യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളു. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നീയല്ലാതാശ വയ്പ്പാൻ ഭൂവിലാരുള്ളു. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നിന്നെ പോൽ യോഗ്യനായി വേറെയാരുള്ളു. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ആലോചനാ സഭയുടെ മുൻപിൽ വന്ന് അവിടെ സംസാരിക്കുന്ന വിഷയങ്ങളാണ് പ്രതിപാദ്യ വിഷയം. അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. 1-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരും. അങ്ങനെ 2-ാം അധ്യായത്തിൽ അവർ കൂടിയിരുന്നപ്പോൾ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് പത്രോസും യോഹന്നാനും 3-ാമത്തെ അധ്യായത്തിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ആളെ, 40-ലധികം വയസ്സുള്ള ആളെ കൈക്ക് പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചു. അവൻ നടന്നും ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവിടെ നടന്ന അത്ഭുതം കണ്ട് വലിയ സംസാര വിഷയമായി. എന്നിട്ട് പത്രോസിനെ യോഹന്നാനെയും ആലോചന സഭയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിതൊക്കെ ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യത്തിനും മറുപടിയും അവർ കൊടുക്കുന്ന വിശദീകരണമാണ് അപ്പോസ്തല പ്രവൃത്തി 4. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകന്മാരും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. ഇതാണ് ആലോചന സഭ. എന്നിട്ട് ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ അവരുടെ നടുവിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ ആണ് നിങ്ങൾ ഈ മുടന്തിന് സൗഖ്യം നൽകിയത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രത്യേകത. എന്നാന്ന് ചോദിച്ചാൽ ഈ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ പറയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യൻ ഉണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, ഇന്നിപ്പം വിസ്തരിക്കുകയാണല്ലോ, എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി. നിങ്ങൾ ക്രൂശിച്ച യേശുവാണ്, പക്ഷെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളും. അന്നും ഇന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതിനെ ചൊല്ലി സംശയമുണ്ട്.
അപ്പോൾ സൗഖ്യം പ്രാപിച്ചവർക്ക് സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയായിത്തീരും. അപ്പോൾ ഈ എന്നാ സംഭവിക്കുന്നത്, യേശുവിൻ്റെ നാമം നിമിത്തമുള്ള സൗഖ്യം തടയാൻ ആണ് എപ്പോഴും ശ്രമം നടത്തുക. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. ദൈവം മരിച്ചവരുടെ ഉയർത്തെഴുന്ന നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ, അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലേ അത് പറയാൻ പറ്റത്തുള്ളൂ, യേശു തന്നെയാണ് കർത്താവെന്നും യേശുവിൻ്റെ നാമത്തിലായി സംഭവിക്കുന്നതെന്നും ഉറപ്പിച്ച് പറയണമുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വേണം സംസാരിക്കാൻ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഇവർ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അവർ വളരെ ക്ലിയറായിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടൊന്നുമല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലാണ് ഈ സൗഖ്യം നടക്കുന്നത്, വിടുതൽ നടക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് പറയാണ്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. എന്നിട്ട് പറയാണ്, എന്നിട്ട് ആ കർത്താവിനെ കുറിച്ച് പറയാണ് 12-ാമത്തെ വാക്യം, മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. വീണ്ടും അപ്പോസ്തലന്മാരത് വിശദീകരിക്കുകയാണ്, ക്ലിയർ ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുകയാണ്, മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. എന്നിട്ട് പറയാണ്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്ക് വേറൊരു നാമവുമില്ല. ഇവിടെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, മറ്റൊരുത്തനും. ഈ സൗഖ്യമെല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു രോഗസൗഖ്യമായിക്കോട്ടെ, വിടുതലായിക്കോട്ടെ, അതെന്തിലേക്കാണ് നയിക്കുന്നത്? ആളുടെ രക്ഷയിലേക്കാണ് നയിക്കുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഒരു ദൈവ പൈതലായി ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശമാകുന്ന രാജ്യത്തിലേക്ക്, പുത്രൻ്റെ രാജ്യത്തിലേക്ക്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നാം മാറ്റപ്പെടുകയാണ്. യേശുവിനെ സ്വീകരിച്ച് നമ്മളൊരു മതത്തിലോട്ടല്ല വാസ്തവമായി ചേരുന്നത്, ഒരു മതം മാറുകയല്ല ചെയ്യുന്നത്. ഇതൊരു മാർഗമാണ്, സ്നേഹത്തിൻ്റെ മാർഗം. യേശുവിനെ സ്വീകരിക്കുമ്പം ആ സ്നേഹത്തിൻ്റെ മാർഗമാണ് നമ്മളുടെ ഉള്ളിൽ വരേണ്ടത്. അനേക വർഷങ്ങളായി യേശുവിനെ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ആൾക്കാരാന്ന് പറയുന്നവരും സ്നേഹം ചിലപ്പം കാണത്തില്ല. മാർഗം വരണം, ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരണം. അത് വരണമെന്ന് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ നാം സകല സത്യത്തിലും വഴി നടത്തപ്പെടത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ നമ്മളിൽ നിന്ന് വരത്തുള്ളൂ. സ്നേഹവും സന്തോഷവും സമാധാനവും വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയയും ദീർഘക്ഷമയും പരോപകാരവും ഒക്കെ വരത്തുള്ളൂ. യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവായിട്ടുള്ള കണക്ഷൻ വന്നുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇവിടെ പറയാണ്, അപ്പോസ്തലന്മാർ വിളിച്ച് പറയണം, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്നിട്ട് പറയാണ്, അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഏറ്റവും രസകരമായ വാക്യം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവർ പറയുന്നത്? അവർ പത്രോസിനെയും യോഹന്നാൻ്റെയും ധൈര്യം, ഇവർ വലിയ പഠിപ്പൊന്നുള്ളവർ, പക്ഷെ ഭയങ്കര ധൈര്യത്തോടാണ് പറയുന്നത്. ആരുടെയൊക്കെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. അതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ അവർ സാക്ഷികളായി മാറുകയാണ്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. ഇവരെ ചോദ്യം ചോദിക്കുന്നവരൊക്കെ ബൈബിൾ പല പ്രാവശ്യം വായിക്കുകയും ഇതിൻ്റെ എല്ലാം വ്യക്തമായി അറിയാവുന്നവരിൻ്റെ പണ്ഡിതരും ഒക്കെയാണ്. പക്ഷേ ഇവർ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഇവർ ഇത്രയും വലിയ കാര്യം എങ്ങനെ ഇവരിലൂടെ സംഭവിക്കും? ഇത്ര ധൈര്യം എവിടുന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ? അപ്പം പറയാണ്, ഗ്രഹിക്കാൽ അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറയാണ്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ആരുടെ കൂടെ ആയിരുന്നു? യേശുവിൻ്റെ കൂടെ ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം യേശുവിൻ്റെ കൂടെയാണെങ്കിൽ ഈ ധൈര്യവും ഉറപ്പും നമുക്ക് വരും. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അസാധ്യമായ ഒരു വിഷയമില്ല. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിലഴിയും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നട്ടെല്ല് സംബന്ധമായ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കി. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ ഒത്തിരി സൗഖ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒത്തിരി സൗഖ്യങ്ങളും വിടുതലും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യദായ ശക്തിയാണ്. ഇവിടെ അപ്പോസ്തലന്മാർ അതാണ് വിളിച്ചു പറഞ്ഞത്, ദൈവം മരിച്ചവരുന്ന ഉയർപ്പിച്ചനായ നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങളിതൊന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥയുണ്ടോ, ഒരു വിഷയമുണ്ടോ, നിങ്ങളെ സൗഖ്യമാക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇവിടെ തുടർന്ന് ഇവരെ ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 വയസ്സുള്ള ആളായിരുന്നു. ഇവരെ ജനം
ദൈവത്തെ മഹത്വപ്പെടുത്തുക. അല്ലെങ്കിൽ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ ചെറുപ്പക്കാരന് കിട്ടിയ സൗഖ്യം കണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ ജനനിമിത്തം അവരെ ശിക്ഷിക്കുന്നതിന് വഴിയൊന്നും കാണായി. അതുകൊണ്ട് പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളുടെ വിഷയം എത്ര വർഷം പഴക്കം ചെന്നാണെങ്കിലും, നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥ എത്ര ഭീകരമാണെങ്കിലും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ചാട്ട് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. വിശ്വാസത്തോടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ശരീരത്തിന്മേൽ ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. നാഡീ നരമ്പുകളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിൻ്റെ മഹത്വം വ്യക്തിജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ.